ഹായ് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില പന്ത് കളിയുടെ ഫുട്ബോൾ കളിയുടെ കമൻട്രി മാതിരിയാണ്. വളരെ ആവേശത്തിലാണ് അവിടുത്തെ GCC അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ ഭാഗങ്ങളിലൊക്കെ ഉള്ള അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേൽ കൂടിയുള്ള യുദ്ധത്തെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളൊക്കെ. ആ വാർത്ത ഒന്ന് കേൾക്കുക ആദ്യം. നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. മറുഭാഗത്ത് ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം നടത്തുന്നു. അമേരിക്കൻ എയർബേസ് ലക്ഷ്യമിട്ടുള്ള മിസൈലുകൾ തടഞ്ഞതായി ഖത്തർ പറയുമ്പോഴും നിരവധി ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ, തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം. എന്തും സംഭവിക്കാം പശ്ചിമേഷ്യയിൽ എന്നതാണ് ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. സായികുമാർ, അത് തന്നെയാണ് സാഹചര്യം. എന്ത് സംഭവിക്കുന്നു? ഓരോ നിമിഷത്തിലും എവിടെയൊക്കെ മിസൈലുകൾ വരുന്നു, എവിടെയൊക്കെ ബോംബ് പൊട്ടുന്നു എന്ന് നിർവചിക്കാൻ പോലും കഴിയാ. കേട്ടില്ല, ഇതൊരു ബ്രേക്ക് ന്യൂസ് ആണ്, ഒരു ചാനലിന്റെ. എന്തൊരു ആവേശാണല്ലേ! എന്തിനാണ് ഇതിനൊക്കെ? എന്താ ഇതിനൊക്കെ ആവശ്യം? ഗൾഫിലുള്ള ആളുകൾക്കൊന്നും അത്ര വലിയ ഭയപ്പാടോ? അവരൊക്കെ സാധാരണ ജീവിതം തന്നെയാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ല. ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്നതിലപ്പുറം അത്രയൊന്നും ഭീതി ജനിപ്പിക്കുന്ന ഒരു പ്രശ്നങ്ങളും അവിടങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അവിടുന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകളൊക്കെ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമുക്കറിയില്ല, കൊറോണ കാലങ്ങളിട്ട് ആ കൊറോണ ഉണ്ടായ സമയങ്ങളിലൊക്കെ ഇതുപോലൊക്കെ വലിയ വാർത്തകളായിരുന്നു കൊടുക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തിയായിരുന്നു. ജനങ്ങളാകെ പേടിച്ച് വിറച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൻ്റെ ഇവരുടെ ഈ ഒരു വാർത്ത കേട്ടിട്ടൊക്കെ അവിടുന്നൊക്കെ ഒരുപാട് ആളുകൾ അവിടെ അതുവരെ ഉണ്ടാക്കിയിരുന്ന സമ്പാദ്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് വന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഭാവിയിൽ പിന്നെ അതൊന്നും തിരിച്ചു കിട്ടാത്തൊരവസ്ഥ ഉണ്ടായത്. അത്തരം സ്ഥാപനങ്ങളൊന്നും പിന്നെ അവർക്ക് തിരിച്ചു കിട്ടിയില്ല. അതൊക്കെ മറ്റുള്ള ആളുകളൊക്കെ കയ്യേറി എന്നല്ലാതെ ഇന്നും സൗദി അറേബ്യയിലൊക്കെ ഞാനൊക്കെ ഉള്ള കാലങ്ങളിലൊക്കെ ആ കാലത്താണ് അന്ന് കൊറോണ ഉണ്ടായത് എന്നുള്ളത്. പക്ഷെ അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം വീണ്ടും പഴയ രൂപത്തിലൊക്കെ സൗദി അറേബ്യ തിരിച്ചു വന്നു എന്നുള്ളതാണ്. പോയവർക്കെല്ലാം പോവുകയും ചെയ്തു. കാരണം അതൊക്കെ ഇവരുടെ വാർത്തയായിരുന്നു. ഇവരൊക്കെ ഇത്തരത്തിലുള്ള കനപ്പെട്ട വാർത്തകളൊക്കെ പേടിപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു. ഇപ്പം അതാ ഒരു സൗദി അറേബ്യയിൽ നിന്ന് ഒരു മലയാളി നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ പത്രക്കാർ വന്നപ്പോൾ അവൻ്റെ ചില വാക്കുകൾ, ചോദ്യങ്ങൾക്ക് പറഞ്ഞ വാക്കുകളും ഒന്ന് കേൾക്കാം. ഈ ഫ്ലൈറ്റിന് വന്നല്ലേ? യാത്ര കുഴപ്പമൊന്നുമില്ല, സുഖമായിരുന്നു. ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നോ? ഇല്ലല്ല, സുഖ. കേട്ടില്ല, ഇതാണ് അവിടുന്ന് വരുന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ. എന്തിനാണ് വെറുതെ ചാനലുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് കുടുംബാംഗങ്ങൾ